ഇതാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യന്. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് പോസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഒരുപാട് കൺസെപ്റ്റ്സ് കിട്ടും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്, തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആ കോംപ്ലക്സുകളിലുള്ള നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോംപ്ലക്സുകൾ എഴുതി നോക്കിയിട്ട് ഈ ഓരോ കോംപ്ലക്സുകളിലും എത്ര നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണോ തെറ്റ് അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറയും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന് കുറച്ച് പ്രീ റിക്വസിറ്റ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അതിലൊന്നാമത് അറിയേണ്ടതാണ്, അതായത് ഓരോ ബ്ലോക്കുകളുണ്ട്. അതായത് നമ്മുടെ ഈ പീരിയോഡിക് ടേബിളിൽ SPDF ഈ ഓരോ ബ്ലോക്കിലുള്ള എലമെൻസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഒരു പാറ്റേൺ ഉണ്ട്. അതായത് S ബ്ലോക്കിലെ എലമെൻ്റ് ആണ് എങ്കിൽ അതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചോ വേണമെങ്കിൽ. S ബ്ലോക്കിലെ എലമെൻ്റ് ആണെങ്കിൽ അത് NS1 to 2 എന്നുള്ള ഇതായിരിക്കും. അതായത് ഇപ്പം നമുക്ക് അറിയണം, ഇപ്പോൾ ഒരു എലമെൻറ്റ് X എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ എലമെൻറ്റ് ഇന്ന ബ്ലോക്കാണ്, S ബ്ലോക്കാണ്, P ബ്ലോക്കാണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് പിന്നീട് നമ്മൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിത്ത് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് എഴുതുമ്പോഴാണ് നമുക്ക് ഇത് യൂസ്ഫുൾ ആവുക. P ആണെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് വിത്ത് അതിൻ്റെ കൂടെ വരുന്ന കോൺഫിഗറേഷൻ NS2 NP1 to 6 ആയിരിക്കും. D ആണെങ്കിൽ N-1D 1 to 10 NS0 to 2 ആയിരിക്കും. F ആണെങ്കിൽ N-2 F1 to 14 N-1D 0 to 1 NS2 ആയിരിക്കും. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ അഭിമുഖീകരിക്കാൻ വേണ്ട ഇതൊരു വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. ഞാനിപ്പോൾ ഈ കുറേ കൺസെപ്റ്റുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടി മാത്രമല്ല, ഇനി ഫ്യൂച്ചറിൽ പല ക്വസ്റ്റ്യൻസ് ചെയ്യാനും യൂസ്ഫുൾ ആകും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തെടുത്ത് പറയുന്നത്. അപ്പം ഈ പറയുന്നതൊക്കെ ഞാൻ കാണാതെ പഠിച്ചോണം, പിന്നീട് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലായിക്കോളും. ഓക്കെ, 21 തൊട്ട് അറ്റോമിക് നമ്പർ 21 തൊട്ട് 30 വരെയുള്ള അറ്റോമിക് നമ്പർ 21 തൊട്ട് 30 വരെയുള്ള എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. കാരണം ഇവരാണ് ഡി അതായത് ഫസ്റ്റ് ഇവർ 4th പീരീഡാണ് കേട്ടോ. അതിലുപരി ഇവരാണ് ഫസ്റ്റ് 3D സീരീസ്. സ്കാൻഡിയം തുടങ്ങി ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് വരെ വരുന്ന ഇത്രയും ആളുകൾ, ഈ 21 തൊട്ട് 30 വരെയുള്ള ഈ ആളുകൾ ഇവരെ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കോസൻ. എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഈ ആളുകളാണ് ഫസ്റ്റ് 3D സീരീസ്. എന്താണ് ഫസ്റ്റ് 3D സീരീസ്? 3D സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 4th പീരീഡാണ് കേട്ടോ. 3rd പീരീഡിലാണ് എസും പിയും ഡിയും ഉള്ളത് എങ്കിൽ പോലും 4th പീരീഡിലാണ് ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെട്ട് തുടങ്ങുന്നത്. അപ്പോൾ 3D എന്ന് ഉദ്ദേശിച്ചത് ഡി എന്ന് പറഞ്ഞാൽ ഡിയിൽ ഫസ്റ്റ് ഫില്ല് ചെയ്ത് തുടങ്ങുന്നു. 3D എന്ന് ഉദ്ദേശിച്ചത് 4th പീരീഡ് ആണെങ്കിൽ നമുക്കറിയാം, 4th പീരീഡ് ആണെങ്കിൽ N എന്ന് പറയുന്നത് 4 ആയിരിക്കും, N-1. അപ്പോൾ അവിടെ വരുന്നത് 3D. ഓക്കെ, അപ്പോൾ ഈ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പീരീഡാണ് കേട്ടോ, അത് മറക്കരുത്. അപ്പം ഈ ഒരു ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. എന്താണ്, 21 തൊട്ട് 30 വരെ അറ്റോമിക് നമ്പറുള്ള ആളുകൾ, അത് പഠിച്ചു വെക്കുക. സ്കാൻഡിയം 21 ആണെന്നും സിങ്ക് 30 ആണെന്നും പഠിച്ചു വെക്കുക. അത്രയും ആളുകൾ 4th പീരീഡാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. കാരണം ഇനി നമുക്ക് പീരിയോഡിക് പ്രോപ്പർട്ടിയിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ 21 തൊട്ട് 30 വരെയുള്ള ആളുകളാണ് സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കോസൻ. അവർ 4th പീരീഡാണെന്നും അവരാണ് ഫസ്റ്റ് 3D സീരീസ് എന്നും, അതേപോലെ തന്നെ ഈ സ്കാൻഡിയം എന്ന് പറയുന്ന ആൾ 3rd ഗ്രൂപ്പാണെന്നും പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പഠിച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഫീൽഡ് ലിഗാൻഡും ഉണ്ട്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ഉണ്ട്. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ FeF6, അതിൽ ഈ F എന്ന് പറയുന്നത് ലിഗാൻഡാണ്. ഓക്കെ, അപ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻഡുകളും ഉണ്ട്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകളും ഉണ്ട്. അത് ജസ്റ്റ് വേണം